Hello, good evening. Hello, good evening. Audible അല്ലേ? Hello. ഗുഡ് ഈവനിങ് ഓഡിബിൾ ആണ്. Okay. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തായിരുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ? ആരെങ്കിലും പറ. ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, രജിസ്ട്രേഷൻ ലോഗിൻ നമ്മൾ ആഡ് ചെയ്തായിരുന്നു ഇവിടെ. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാറ്റഗറിയും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് വൈസ് നമ്മൾ ആഡ് ചെയ്തിരുന്നു. അതേപോലെ രജിസ്ട്രേഷൻ ലോഗിൻ ചെയ്തിരുന്നു. ഓക്കെ, കാർട്ട് ഇപ്പോൾ കറന്റ് എം ടി ആണ്. ഹോം പേജിലേക്ക് പോവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ ഇവിടെ ആഡ് ടു കാർട്ട് ബട്ടൺ ഒരെണ്ണം ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. പ്രൊഡക്റ്റ് പേജിലേക്ക് പോയിട്ട് തന്നെ ആഡ് ടു കാർട്ട് കൊടുക്കണമെന്നില്ല. അതല്ലാതെയും നമുക്ക് ഇവിടെ വേണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ചെക്ക് ആണ് ഇനി സെറ്റ് ചെയ്യാനുള്ളത്. ചെക്ക് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ ബാക്ക് ടു നമ്മൾ ക്വറിക്ക് വരാം. കാർഡ് ഡോട്ട് എച്ച് ടി എം എൽ ഓപ്പൺ ചെയ്യാം. ടി എച്ച് ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, ചെക്ക് ഔട്ട് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പേയ്മെൻറ്റിന് നമുക്ക് ആഡ് ചെയ്യണം. പ്രൊഫൈല് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഹലോ യൂസർ നെയിം കാണിക്കില്ല അല്ലേ. ഓക്കെ, ഓക്കെ. സോ നെക്സ്റ്റ് ചെക്ക് ഔട്ടിൻ്റെ അവിടെ നമുക്ക് ഐതർ ഇതിനെന്ത് ചെയ്യാം, മാംഗോ ടാഗ് കൊടുത്തിട്ട് ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് മാറ്റിയിട്ട് ബട്ടൺ കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ കംഫർട്ടബിൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ചെക്ക് ഔട്ട് എന്നുള്ള ഓപ്ഷൻ വേറൊരു പേജിക്ക് റീഡയറക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇപ്പോൾ കാർട്ട് ഐറ്റംസ് അല്ലെങ്കിൽ ഒരു ഫൈനൽ എമൗണ്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം റീഡയറക്ട് ചെയ്യുന്ന രീതിക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ താഴെയുള്ള ലൈനും മുകളിലത്തെ ലൈനും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് അല്ലേ. ഈ ഐറ്റം ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് യുവർ ഐറ്റംസ് ഒക്കെ സെൻറ്ററിലേക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത് സ്റ്റൈലിങ് കൊടുത്തതിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ വേണമെങ്കിൽ കേട്ടോ. ചെക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഏറ്റവും ടോപ്പിക്കിൽ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടായല്ലോ. യെസ്, ഇവിടെ
അല്ല, യുവർ ഐറ്റംസിൻ്റെ അവിടെയല്ലേ കോൾ സ്പാൻ 5 ആണ് കൊടുത്തിരിക്കുന്നത്. കൂട്ടിയിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ 10 കൊടുക്കുന്നുണ്ട്. ബ്രൗസറിൽ പോയിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. സെയിം ലെങ്ത് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. വേണമെങ്കിൽ ഇത് കൂട്ടി കൊടുക്കണമെങ്കിൽ കൂടുതൽ കൊടുക്കാം കേട്ടോ. 6 മാറ്റിയിട്ട് 3 ആക്കിയിട്ടുണ്ട്. റിഫ്രഷ് ചെയ്യാം. എന്താ സൈസ് ചെറുതായതുണ്ട്, അതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചെറുതാക്കുന്നത് വൃത്തികേടാണ്. സോ 12 കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ബിഗർ ആക്കി വയ്ക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി പ്രൊഡക്റ്റ് ഐറ്റംസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ ടോട്ടൽ കഴിഞ്ഞിട്ടുള്ള പോർഷനും ഇതേപോലെ ഡയറക്റ്റ്ലി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടും ഇതൊക്കെ ഒരു ടേബിൾ സ്ട്രക്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ ടേബിൾ കൊടുക്കുന്ന പോലെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ്ലി 1 by 1 ഐറ്റംസ് ആയിട്ട് വരുന്നതും യുവർ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ യുവർ ടോട്ടൽ ലെഫ്റ്റ് സൈഡിൽ താഴെ കൊടുക്കുന്നുണ്ട്. ദെൻ GST കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ ആഡ് ചെയ്യുക. ദെൻ ചെക്ക്ഔട്ട് ബട്ടൺ, ചെക്ക്ഔട്ടിന് സെൻറ്ററിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്. സോ ടോട്ടൽ കഴിഞ്ഞതിന് ശേഷം നോക്കാം. ME-3 ആണ് കൊടുത്തിരിക്കുന്നത്. 6 കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ പേജിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് ഒരു ഐഡിയ കിട്ടും. ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട്. ടെക്സ്റ്റ് ലെഫ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ആക്കണമെങ്കിൽ സെൻറ്റർ ആക്കാം കേട്ടോ. തൽക്കാലം ആ ഒരു എമൗണ്ട് ലെഫ്റ്റിലേക്ക് തന്നെ ഇരിക്കട്ടെ. ദെൻ ചെക്ക്ഔട്ടിൻ്റെ ഓപ്ഷനും ഇതൊക്കെ ടെക്സ്റ്റ് സെൻറ്റർ കൊടുത്തിട്ടുണ്ടായി. ഓക്കെ, അഗെയിൻ ബ്രൗസറിൽ പോവാ, റിഫ്രഷ് ചെയ്യുക. കംപ്ലീറ്റ് കണ്ടന്റ് സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. സോ ടോട്ടൽ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. ദെൻ ചെക്ക്ഔട്ട് എന്നുള്ള ഓപ്ഷൻ നമുക്കൊരു ഹൈപ്പർ ലിങ്ക് പോലെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഒരു ആങ്കർ ടാഗിൻ്റെ ഉള്ളിൽ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ചെക്ക്ഔട്ട്. കട്ട് പേസ്റ്റ് ആണ് ചെയ്യുന്നത്. സോ Ctrl+X, Ctrl+V കൊടുക്കുന്നുണ്ട്. ദെൻ hrefൻ്റെ അവിടെ ആഡ് ചെയ്തിട്ട് വേറെ പേജിക്കുള്ള URL മീൻസ് വ്യൂ നമ്മൾ പാസ് ചെയ്യൂലേ, അത് വ്യൂ നെയിമും URL-ഉം വെച്ചിട്ട് curly brackets ജിഞ്ച ഫോമാറ്റിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. സോ അതിന് മുമ്പായിട്ട് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് പല പ്ലാറ്റ്ഫോംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് പേപ്പാൽ അല്ലെങ്കിൽ സ്ട്രൈപ്പ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ സ്മൂത്തായിട്ട് ജാങ്കോ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയതും അതേപോലെ തന്നെ INR ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ളത് റേസർ പേ ആയതുകൊണ്ട് റേസർ പേ ആണ് കാണിക്കുന്നത്. സോ ഫസ്റ്റ് എന്ത് കൊടുക്കുക, നമ്മുടെ ടെർമിനലിൽ പിപ്പ് ഇൻസ്റ്റാൾ റേസർ പേ കൊടുക്കുക. ദെൻ എൻ്റർ അടിക്കുക. പിപ്പ് ഇൻസ്റ്റാൾ റേസർ പേ കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ടെർമിനലിൽ VS കോഡിൻ്റെ ടെർമിനലിലാണ് നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ കൊടുത്തിരിക്കുന്നത്. നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻസ്റ്റാളേഷനൊക്കെ നടക്കുള്ളൂ. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ റിക്വയർമെൻറ്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് എന്നുള്ള മെസ്സേജ് കാണിക്കും. ദെൻ റേസർ പേൻ്റെ സൈറ്റിൽ പോവുക, അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട്സും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടി വരും. സോ ഒരു കമ്പനി സ്റ്റൈലിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലാത്തവർ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. സോ ട്രൈ ചെയ്താൽ മതി. പേയ്മെൻറ്റിൻ്റെ അത് കംപ്ലീറ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ട. ഇപ്പം എൻ്റെ ഡാഷ് ബോർഡിൻ്റെ ഇതിലേക്ക് പോകുന്നത്. റേസർ പേന്ന് ഒന്ന് സെർച്ച് ചെയ്യാം. റേസർ പേന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു സൈറ്റ് ആയിരിക്കും വരുന്നത്. ദെൻ ലോഗിൻ പേജ് ആയിരിക്കും വരുന്നത്. സോ ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് മെയിൽ ID വെച്ചിട്ടാണോ എന്ത് വെച്ചിട്ടാണെന്ന് വെച്ചാൽ ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ മെയിൽ ID വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ അത് സിങ്കായിട്ട് ഓപ്പൺ ആയിട്ട് വന്നോളൂ.
ഓക്കെ, എൻ്റെ ഡാഷ്ബോർഡ് ഇപ്പോൾ ഓപ്പൺ ആവുന്നുണ്ട്. ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട്, പാൻ നമ്പർ ചോദിക്കും, അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. അതൊക്കെ കൊടുത്തിട്ട് ഫില്ല് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ലോഗിനും ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അത് നെക്സ്റ്റ് പോയി ഞാനിപ്പോൾ ടെസ്റ്റ് മോഡിലാണ് എടുത്തിരിക്കുന്നത്. സോ ലൈവ് മോഡിലേക്ക് ഞാൻ കടന്നിട്ടില്ല, ബിക്കോസ് കറൻ്റ്ലി ഞാൻ ടെസ്റ്റ് മോഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പേയ്മെൻറ്റ് ആഡ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് പേറോളൊക്കെ ചെയ്യണമെങ്കിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഞാനിപ്പോൾ കറൻ്റ്ലി ടെസ്റ്റ് മോഡ് തന്നെയാണ് ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോണതും. ഞാൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായി, ബട്ട് പേയ്മെൻറ്റ്സ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. കമ്പനി രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പേയ്മെൻറ്റ്സിനാണെങ്കിൽ അങ്ങനെ. നിങ്ങൾ രജിസ്ട്രേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് വേണം ഫില്ല് ചെയ്യാൻ, ബിക്കോസ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. സോ ഒരു പ്രാക്ടിക്കൽ ലെവൽ പ്രൊജക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ബട്ട് അല്ലാത്തത് നിങ്ങൾ അങ്ങനെ അധികം ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഡമ്മി പോലെ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇതേപോലെ രജിസ്ട്രേഷൻ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാത്തത്. സോ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ആ ലോഗിൻ വരും, ദെൻ അത് കഴിഞ്ഞിട്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും, പിന്നെ ചിലപ്പോൾ ആധാറിൻ്റെ ചോദിച്ചേക്കാം, KYCൻ്റെ ചോദിക്കും, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ താഴത്ത് ടെസ്റ്റ് മോഡ് ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടെസ്റ്റ് മോഡ് ഓൺ ആണെങ്കിൽ അത്യാവശ്യം സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ KYCൻ്റെ വെരിഫിക്കേഷൻ കൊടുത്തിട്ടില്ല, ലൈവ് അത് ചെയ്തിട്ടില്ല, അത് കാരണം. ദെൻ നമുക്ക് ഇപ്പോൾ ടെക്സ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ പറ്റുള്ളൂ, അത് കാരണം ഞാൻ KYC കൊടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. സോ അതൊന്ന് നോക്കിയിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഡമ്മി ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. സോ നമുക്കൊരു അക്കൗണ്ട് വേണം. ദെൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ അക്കൗണ്ട് ആൻഡ് സെറ്റിങ്സ് കാണാൻ പറ്റും, അതെടുക്കുക. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് കേട്ടോ. ഇവിടെ നമ്മുടെ ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും, ഡീറ്റെയിൽസും കുറച്ച് കാര്യങ്ങളൊക്കെ വരും. ഇതെൻ്റെ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്, നിങ്ങൾക്ക് അത് ഓൺ ചെയ്തിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഉണ്ടോ നമുക്ക് ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതിൽ API കീസ് കണ്ടോ നിങ്ങൾ, ഇവിടെ വെബ്സൈറ്റ് ആൻഡ് ആപ്പ് സെറ്റിങ്സിൽ ഇവിടെ API കീസ് ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടോ റീജനറേറ്റ് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിരുന്നു, ഇത് വേണമെങ്കിൽ ഒന്നും കൂടി റീജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളത് എക്സ്പയർ ആയിട്ട് പുതിയതൊരെണ്ണം ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ കീ ID ഉണ്ട്, എന്നാണ് ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ ഇവിടെ കൊടുക്കും. റീജനറേറ്റ് ടെസ്റ്റ് കീ കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എക്സ്പയറി നെവറാണ് കൊടുത്തിരിക്കുന്നത്, ബട്ട് സ്റ്റിൽ ചുമ്മാ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ OTP വരും. ഇതിലേത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഡീആക്ടിവേറ്റ് ചെയ്യണോ ഒക്കെയുള്ളത് ജസ്റ്റ് കൊടുക്കുക. ഞാൻ അപ്പോൾ ഓൾറെഡി കീ ഡീആക്ടിവേറ്റ് ചെയ്യാൻ ഇമ്മീഡിയറ്റ്ലി ഡീആക്ടിവേറ്റ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ കൺഫേം ആൻഡ് ഡീആക്ടിവേറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കീ ഐഡിയും കീ സീക്രറ്റും നമുക്കിനി ആവശ്യമുണ്ട്. സോ ഇവിടെ ഡൗൺലോഡ് കീ ഡീറ്റെയിൽസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സൽ ഫയൽ അവിടെ ക്രിയേറ്റ് ആവുന്നത് ഇവിടെ പറഞ്ഞാൽ ഡൗൺലോഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഡൗൺലോഡ്സിൽ പോവുക. ഇത് നമ്മുടെ കീ ID, ഇത് സീക്രട്ട് കീ കേട്ടോ, കീ സീക്രട്ട് എന്നൊക്കെ പറയും. സോ ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. ഒരു കീ ജനറേറ്റ് ചെയ്യണം, ദെൻ സീക്രട്ട് കീയും ജനറേറ്റ് ചെയ്യണം. ദെൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ settings.py പോവുക. പ്രൊജക്റ്റിൻ്റെ settings.py ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു റേസർ പേ കീ ID ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ റീജനറേറ്റ് ആണ് നമ്മൾ കൊടുത്തത്. ഇതൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട്, സെയിം നെയിം തന്നെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അല്ല, ഡിഫറൻസ് ഉണ്ട് അല്ലേ കീ ID. സോ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. Ctrl+C.
കീ ഐ ഡി കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കീ സീക്രട്ടും കൂടി കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. കീ ഐ ഡി കീ സീക്രട്ട് നമ്മൾ സെറ്റിംഗ്സ് ഡോട്ട് പി വൈയിൽ ആഡ് ചെയ്തു. ദെൻ സെറ്റിംഗ്സ് ഡോട്ട് പി വൈ ക്ലോസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താണ് മോഡൽസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓർഡറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എന്താണ് ഓർഡർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു മോഡൽ വേണം നമുക്ക്. റിസർവ് പേയ്മെന്റ് പേയ്മെന്റ് ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. നിലയിൽ കാർട്ടിൽ തന്നെ ആഡ് ഓൺ ചെയ്യാം അല്ലേ. വ്യൂസിലേക്ക് പോകുന്നുണ്ട്. ഇത് കൊടുക്കുക ഫങ്ഷൻ. ഓക്കെ, ഇത് കാർട്ടിന്റെ വ്യൂസ് ആണ്. നമുക്ക് മോഡലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. കോമേഴ്സും ക്ലോസ് ചെയ്ത് തരുന്നുണ്ട്. കാർട്ടിന്റെ മോഡൽസ് ഡോട്ട് പി വൈ എടുക്കുന്നുണ്ട്. കാർട്ടും കാർട്ട് ഐറ്റംസും മാത്രമാണ്. സോ നമ്മൾ ഓർഡറും കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ബാക്ക് സ്പേസ് അടിക്കുക. ഇത് കൊടുക്കുന്നുണ്ട്. ഓർഡർ ഡീറ്റെയിൽസ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. യൂസറിൻ്റെയും എമൗണ്ട് ഒക്കെ നമുക്ക് ചെയ്യണം. സോ യൂസർ നമുക്ക് യൂസർ ടേബിളിൽ നിന്ന് എടുക്കാൻ പറ്റും. സോ കാർട്ടിൽ വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കാർട്ടിൽ ഇപ്പോൾ ഇങ്ങനെയാണ് ഐറ്റംസ് ഇട്ടിരിക്കുന്നത്. യൂസർ കാർട്ട് ഐ ഡി, ഇതുപോലെ തന്നെ ഡേറ്റ് ഡേറ്റ് ആഡൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഡക്ട്സിൻ്റെയും ക്വാണ്ടിറ്റിയും കൂടി വേണമെങ്കിൽ നമുക്ക് അവിടെ കാർട്ടിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓപ്ഷണലാണ്. വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, കാർട്ടിൽ പ്രൊഡക്റ്റ് അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റിക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ യൂസറാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓർഡറിൻ്റെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ഓർഡേഴ്സിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ കൊടുക്കണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഓപ്ഷണലാണ്. സോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ ഒന്നില്ലെങ്കിൽ രണ്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. കാർട്ടിൻ്റെ മോഡൽസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി കാർട്ടിൽ തന്നെ ഓർഡറും ക്ലാസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡാറ്റാബേസിലെ ടേബിളിനോട് സിമിലറാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ മോഡൽസ് ഡോട്ട് കൊടുക്കാം. മോഡൽ കൊടുക്കുന്നുണ്ട്. ദെൻ കോളൻ നെക്സ്റ്റ് ലൈനിൽ മോഡൽ കൊടുത്തതിന് ശേഷം നമുക്ക് യൂസർ വേണം, ടോട്ടൽ എമൗണ്ട് വേണം, അതേപോലെ തന്നെ റേസർ പേൻ്റെ ഓർഡർ ഐ ഡി വേണം. റേസർ പേ പേയ്മെൻറ്റ് ഐ ഡി ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ സിഗ്നേച്ചർ, റേസർ പേ സിഗ്നേച്ചർ ഉണ്ട്. അത് സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ പെയ്ഡ് ആണ്. പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ബൈ ഡിഫോൾട്ട് ഫോൾസ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. then എപ്പോഴാണ് അത് ഇനിഷ്യേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓർഡർ ക്രിയേറ്റ് ചെയ്ത് എപ്പോഴാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ആഡ് ഓൺ ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് യൂസറിൽ നിന്ന് തുടങ്ങുവാണ്. സോ യൂസർ ഈക്വൽസ് എന്ന് കൊടുക്കുക, മോഡൽസ് ഡോട്ട് ഫോറിൻ കീ, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ യൂസർ കൊടുക്കുക, കോമ ഓൺ ഡിലീറ്റ് ആഡ് ചെയ്യുക. യൂസർ എനി ഓക്കെ, നമ്മൾ യൂസർ മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? യെസ്, ഇവിടെ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് ഇഷ്യൂസ് ഇല്ല. നെക്സ്റ്റ് ഓൺ ഡിലീറ്റ് കൊടുക്കുക. ഓൺ ഡിലീറ്റിൽ എന്താണ് മോഡൽസ് ഡോട്ട് കൊടുക്കുക, കാസ്കേഡ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ യൂസർ ക്രിയേറ്റ് ചെയ്ത് ഇനി ടോട്ടൽ എമൗണ്ട് ആണ്. ടോട്ടൽ എമൗണ്ട് ഈക്വൽസ് കൊടുക്കുക, മോഡൽസ് ഡോട്ട്
ഫ്ലോട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഫോറിൻ കേരള ഫ്ലോട്ടായിട്ടാണ് കൊടുക്കുന്നത്. ഫ്ലോട്ട് ഫീൽഡ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നെക്സ്റ്റ് റേസർ പെയിൻറ് ഐഡി ആണ്. സോ അത് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓരോന്ന് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് വരുന്നതെന്നുള്ളൊരു ഓവർവ്യൂ നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് റേസർ പെയിൻറ് ഐ ഡി വരും. അതേപോലെ തന്നെ റേസർ പെയിൻറ് സിഗ്നേച്ചർ പേയ്മെൻറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവിടെ ആഡ് ചെയ്യും. സോ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. റേസർ പേ ഓർഡർ ഐ ഡി ഈക്വൽസ് കൊടുക്കാം മോഡൽസ് ഡോട്ട് ക്യാർ ഫീൽഡ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ മാക്സ് ലെങ്ത് ഒരു 200 കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ട്രൂ കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ബ്ലാങ്കും ട്രൂ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലാങ്കും ട്രൂ കൊടുക്കുന്നുണ്ട്. സോ സപ്പോസ് ഇത് ബ്ലാങ്ക് ആണെങ്കിലും ഇഷ്യൂസില്ല. ബൈ ഡിഫോൾട്ട് ബ്ലാങ്ക് ട്രൂ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇഷ്യൂ ഇല്ലാത്ത രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. റേസർ പേ ഓർഡർ ഐ ഡി ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് റേസർ പേ ഓർഡർ ഐ ഡി കഴിഞ്ഞാൽ നെക്സ്റ്റ് പേയ്മെൻറ്റ് ഐ ഡി ആണ്. പേയ്മെൻറ്റ് ഐ ഡി ഈക്വൽസ് കൊടുക്കുക മോഡൽസ് ഡോട്ട് ഇതേപോലെ ക്യാർ ഫീൽഡ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ മാക്സ് ലെങ്ത് 200 കൊടുക്കുക. ഇതേപോലെ തന്നെ നള്ള് കൊടുക്കുന്നുണ്ട്. കോമ ബ്ലാങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ. റേസർ പേ ഓർഡർ ഐ ഡി കൊടുത്തു, പേയ്മെൻറ്റ് ഐ ഡി കൊടുത്തു. നെക്സ്റ്റ് സിഗ്നേച്ചർ ആണ്. സോ റേസർ പേ സിഗ്നേച്ചർ കൊടുക്കുന്നുണ്ട്. സിഗ്നേച്ചർ ഈക്വൽസ് മോഡൽസ് ഡോട്ട് ക്യാർ ഫീൽഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ മാക്സ് ലെങ്ത് ഒരു 200 കൊടുക്കുന്നുണ്ട്. അതേപോലെ നള്ള് ട്രൂ കൊടുക്കുന്നുണ്ട്. കോമ ബ്ലാങ്കും കൊടുക്കുന്നുണ്ട്, ട്രൂ കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു 3 ഡീറ്റെയിൽസ് മെയിനായിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ആണ്. സോ പെയ്ഡ് ആണോ അല്ലോ എന്നുള്ളത് കൊടുക്കണം. സോ പെയ്ഡ് ഈക്വൽസ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് കൊടുത്താലും മതി. സോ മോഡൽസ് ഡോട്ട് ബൂളിയൻ ഫീൽഡ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ ഡിഫോൾട്ട് എന്താണ് കൊടുക്കേണ്ടത്? ഫോൾസ് ആണ് കൊടുക്കേണ്ടത്. സോ ഡിഫോൾട്ട് ഈക്വൽസ് ഫോൾസ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് വേണം. സോ ക്രിയേറ്റഡ് അറ്റ് കൊടുക്കാം മോഡൽസ് ഡോട്ട് ഡേറ്റ് ടൈം ഫീൽഡാണ് കൊടുക്കുന്നത്. സോ ഡേറ്റ് ടൈം ഫീൽഡ് കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഓട്ടോ നൗ ആഡ് എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ അല്ല, പാരാമീറ്റർ ആണ് പാസ് ചെയ്യുന്നത്. അത് ട്രൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ str str ബ്രാക്കറ്റ്സിൽ സെൽഫ് കൊടുക്കുന്നുണ്ട്. കോളൻ റിട്ടേൺ എഫ് സ്ട്രിംഗ് ഫോമാറ്റ് ആണ് കൊടുക്കുന്നത്. സോ എഫ് ഡബിൾ കോട്ട്സ് സെൽഫ് ഡോട്ട് ഐ ഡി by self.user.username കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പം നമ്മൾ മോഡൽസിലാണ് ചേഞ്ചസ് വരുത്തിയത്. സോ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് മേക്ക് മൈഗ്രേഷൻസും മൈഗ്രേറ്റും ചെയ്യാനുണ്ട്. സോ പൈത്തൺ manage.py make migrations. സോ ഓർഡർ എന്ന് പറയുന്ന ഒരു മോഡൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്.
Python manage.py മൈഗ്രേറ്റ് കൊടുക്കുക. ഓക്കെ, സോ നമുക്കത് ഇംപ്ലിമെൻ്റ് ആയത് കാണാൻ പറ്റും. സെറ്റിംഗ്സ് ഡോട്ട് പി വൈയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റേസർ പേ കീ ഐ ഡിയും, അതേപോലെ തന്നെ റേസർ പേൻ്റെ സീക്രട്ട് കീ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായി. ഇനി ചെക്ക് ഔട്ട് വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ബിക്കോസ് നമ്മൾ ചെക്ക് ഔട്ടിന് ഹൈപ്പർ എ ടാഗിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും എന്താണ് ഫങ്ഷണാലിറ്റീസ് ബാക്കി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇനി കാറ്റഗറി ബാക്കിയെല്ലാം ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വ്യൂസ് ആണ്. സോ വ്യൂസ് ഡോട്ട് പി വൈ എടുക്കുക. വ്യൂസ് ഡോട്ട് പി വൈയിൽ താഴെ നമ്മൾ പുതിയൊരു ഇവിടെ നമ്മൾ ടോപ്പിൽ എന്താണ് നമ്മൾ ഫങ്ഷൻസിനെ കോൾ ചെയ്യുന്ന ആ സ്ഥലത്ത് നമുക്ക് ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ വ്യൂ കൂടി ലൈക്ക് മോഡലും കൂടി വേണം. സോ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താഴത്തേക്ക് പോവാം. നമുക്കിനി അത് യൂസ് ചെയ്യണം. ചെക്കൗട്ട് എന്ന് പറയുന്ന പുതിയൊരു വ്യൂ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ് ഇവിടെ. ഡെഫ് ചെക്കൗട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ റിക്വസ്റ്റ് കോളൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, യൂസർ ഈക്വൽസ് റിക്വസ്റ്റ് ഡോട്ട് യൂസർ, ഇതേപോലെ കാർട്ട് ഐറ്റംസ് cart items equals cart dot objects dot filter function brackets and ഉള്ളിൽ user equals user കൊടുത്തിട്ടുണ്ട്. then അത് കഴിഞ്ഞതിന് ശേഷം total equals എന്നാണ് cart items. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സം എടുക്കണം അല്ലേ. സം ഓഫ് item dot total price. ഞാൻ സിംഗിൾ ലൈൻ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഓക്കെ, ഐറ്റം സിംഗിൾ ലൈൻ ആയിട്ടാണ് ഫോർ ലൂപ്പ് കൊടുക്കുന്നത്. സോ ഫോർ ഐറ്റം ഇൻ കാർട്ട് ഐറ്റംസ്. ഓക്കെ, സോ കാർട്ട് ഐറ്റംസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഐറ്റംസിനെ എടുത്തിട്ട് ടോട്ടൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ദെൻ അതിന് ശേഷം amount പൈസയിലാക്കാൻ വേണ്ടിയിട്ട് ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, ഇൻറ്റ് ഓഫ് ടോട്ടൽ മൾട്ടിപ്ലൈഡ് ബൈ 100 കൊടുക്കുന്നുണ്ട്. അതായത് പൈസ ഒരു ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ ക്ലൈൻറ്റ് ഈക്വൽസ് റേസർ പേ ഡോട്ട് ക്ലൈൻറ്റ് ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഓത്ത് ഈക്വൽസ് സെറ്റിംഗ്സ് ഡോട്ട് റേസർ പേ കീ ഐ ഡി, അതേപോലെ തന്നെ സെറ്റിംഗ്സ് ഡോട്ട് റേസർ പേ കീ സീക്രട്ട്. ഓക്കെ, സെറ്റിങ്സിൻ്റെ അവിടെ എറർ വരും, അത് നമുക്ക് റെഡിയാക്കാം. മുകളിലേക്ക് റേസർ പേൻ്റെ അവിടെയും എറർ വരും അല്ലേ. സെറ്റ് ഓൺ ടോപ്പിക്ക് പോവാം. സോ ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, റേസർ പേ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടതെന്താണ്, സെറ്റിങ്സ് ആയിരുന്നു അല്ലേ. സെറ്റിങ്സ് ഇമ്പോർട്ട് ചെയ്യുക ഫ്രം django.com import settings. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ദെൻ റേസർ പേൻ്റെ അവിടെ എറർ കാണിക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് ഞാനത് ഇഗ്നോർ ചെയ്ത് വിടുവാണ്. താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എറർ റിമൂവ് ആയത് കാണാൻ പറ്റും.
കെയറേഴ്സ് മാറിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്ലയൻറ്റിൻ്റെ ആ ഒരു വേരിയബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെറ്റിങ്സ് സീക്രട്ട് കീയും അതേപോലെ തന്നെ ഐ ഡി നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ പേയ്മെൻറ്റ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ക്ലയൻറ്റ് ഡോട്ട് ഓർഡർ ഡോട്ട് ക്രിയേറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കർലി ബ്രാക്കറ്റ്സിലാണ് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഈ വാല്യൂ പേര് പോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. എമൗണ്ട് ആണ് ഫസ്റ്റ് പാസ് ചെയ്യുന്നത്. എമൗണ്ട് എന്ന് പറയുമ്പോൾ ഈ എമൗണ്ട്, വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വേരിയബിൾ എമൗണ്ട് പൈസ, കറൻസി കൊടുക്കുന്നുണ്ട് കോളൻ, അത് INR കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഫോമാറ്റ് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം കേട്ടോ, ഇഷ്യൂസ് ഇല്ല. നെക്സ്റ്റ് ലൈനിൽ ദെൻ പേയ്മെൻറ്റ് ക്യാപ്ചർ കൊടുക്കുന്നുണ്ട്. ഒന്നാണ് കൊടുക്കുന്നത് കോമ. സോ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ പേയ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓർഡർ നമുക്ക് വേണം. സോ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഓർഡർ ഈക്വൽസ് ഓർഡർ ഡബിൾ ഓർഡർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് കൊടുക്കുക, ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നെക്സ്റ്റ് ലൈനിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് യൂസർ ഈക്വൽസ് യൂസർ, അതേപോലെ ടോട്ടൽ എമൗണ്ട് ഈക്വൽസ് ടോട്ടൽ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കോമ. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് റേസർ ഓർഡർ ID, എന്താണ് പേയ്മെൻറ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ID കൊടുക്കുന്നുണ്ട്. ഓർഡറിൻ്റെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ കോണ്ടെക്സ്റ്റ് ആണ്. സോ കോണ്ടെക്സ്റ്റ് ഈക്വൽസ് കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കീ വാല്യൂ പെയർ കാർട്ട് ഐറ്റംസ് ആണ്. കാർട്ട് ഐറ്റംസ് കോളൻ കാർട്ട് ഐറ്റംസ് ടോട്ടൽ കോളൻ ടോട്ടൽ, കോമ പേയ്മെൻറ്റ് ആണ് നെക്സ്റ്റ് കോളൻ പേയ്മെൻറ്റ് കോമ. അതേപോലെ തന്നെ ഓർഡർ ആണ്, ഓർഡർ കോളൻ ഓർഡർ കോമ റീസെറ്റ് കീ കോളൻ കൊടുക്കുക, സെറ്റിങ്സ് ഡോട്ട് റീസെറ്റ് കീ ID കൊടുക്കുന്നുണ്ട് കോമ. ദെൻ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് കോമ പേയ്മെൻറ്റ് ഡോട്ട് HTML കൊടുക്കുന്നുണ്ട്. പേയ്മെൻറ്റ് ഡോട്ട് HTML കോമ കോണ്ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടെംപ്ലേറ്റ്സിൽ പോയിട്ട് ചെക്ക് അവിടെ നമുക്ക് ഐറ്റംസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ടൺ കൊടുക്കണം. ദെൻ പേ വിത്ത് റേസർ പേ എന്നുള്ള രീതിക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ട് അവിടെ തന്നെ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. സോ അവിടെ നമ്മൾ കുറച്ച് സ്ക്രിപ്റ്റ് ടാഗ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതിൽ അതായത് റേസർ പേൻ്റെ ചെക്ക് ഔട്ട് ആണ് നമ്മൾ അവിടെ എടുക്കാൻ പോകുന്നത് കേട്ടോ. ചെക്ക് ഔട്ടിൻ്റെ അവിടെ
കാർട്ട് HTML എടുക്കുക. ചെക്കൗട്ട് എന്നുള്ള ഹെഡിങ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എമൗണ്ട് കാണിച്ചാൽ മതി, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ടോട്ടൽ എമൗണ്ട് ആണ് വരുന്നത്. എന്ത് ചെയ്യുക, ഈ ഒരു TR ടാഗ് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ചെക്കൗട്ട് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അവിടെ പോകും. ടോട്ടൽ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഓർഡർ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്താലും ഇഷ്യൂസ് ഇല്ല. നമുക്കൊരു ബട്ടൺ ആഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞത് ചെക്കൗട്ടിന് നമുക്ക് ബട്ടൺ ആക്കാന്നായിരുന്നു. ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, ID ക്ലാസ്സും കൊടുത്താൽ മതി. അപ്പോൾ ഇത് അൺഡു ചെയ്യുക. അൺഡു ചെയ്തിട്ട് എന്ത് ചെയ്യുക, റേസർ പെയിൻ്റെ കൂടെ ആ ഒരു ID ക്ലാസ്സും കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇത് ബട്ടൺ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആങ്കർ ടാഗ് അല്ലെങ്കിൽ ബട്ടൺ ഏതായാലും ഓക്കെ ആണ്. സോ ബട്ടൺ ടാഗ് കൊടുക്കുന്നുണ്ട്. ബട്ടൻ്റെ ഉള്ളിൽ ചെക്കൗട്ട് എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഞാനിത് ഓക്കെ. ഈ ഒരു പോർഷൻ ഞാനങ്ങ് ഈ ഒരു TR ടാഗ് ഞാനങ്ങ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ചെക്കൗട്ട് എന്ന് പറഞ്ഞിട്ട് ടോപ്പിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. അതാണ് കുറച്ചും കൂടി കാണാനൊരു വൃത്തിയും തോന്നുന്നു. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ചെക്കൗട്ട് കൊടുത്തതിന് ശേഷം എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഐറ്റംസ് ഒക്കെ മുകളിൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ബോഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാക്ക് ടു നമ്മുടെ കണ്ടിന്യൂ ഷോപ്പിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായി. അതിന് മുമ്പായിട്ട് ടേബിൾ ടാഗിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്താലും ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ. ഒരു ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട്. For proceeding without payment. Then അതിന് ശേഷം നമുക്കൊരു ബട്ടൺ കൊടുക്കാം. Pay with റേസർ പേ കൊടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ID കൊടുക്കുന്നുണ്ട്. ID ആയിട്ട് RZP ബട്ടൺ 1 കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലാസ്സും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കൊടുക്കുക, ക്ലാസ് ആയിട്ട് BTN സക്സസ് ആണ് കൊടുക്കുന്നത്. BTN സക്സസ് കൊടുക്കുന്നുണ്ട്. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ നെക്സ്റ്റ് എന്താണ്, സ്ക്രിപ്റ്റ് ടാഗ് ആണ് നമ്മൾ കൊറി ആയിട്ടാണ് കൊടുക്കുന്നത്. സോ അതും കൂടി നമ്മളൊന്ന് ഹാൻഡിൽ ചെയ്യണം. നെക്സ്റ്റ് BTN ബട്ടൺ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിലായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സ്ക്രിപ്റ്റ് ടാഗിൻ്റെ SRC checkout.js എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട് റേസർ പേക്ക്. സോ അതാണ് കൊടുക്കുന്നത്. അതിൻ്റെ പാർട്ട് ഞാൻ ഡയറക്റ്റ്ലി മാനുവലി ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സോ ബ്രൗസ് ചെയ്താൽ മതി. checkout.razorpay.com/v1/checkout.js. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ഫയൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സ്ക്രിപ്റ്റ് ടാഗ് അവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്ക് ചെയ്തതിന് ശേഷം സ്ക്രിപ്റ്റ് ടാഗ് ഞാൻ അവിടെ തന്നെ ക്ലോസ് ചെയ്യുവാണ് കേട്ടോ. ദെൻ അതിന് ശേഷം ഒരു ടാഗും കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ സ്ക്രിപ്റ്റ്
അതിൻ്റെ ഉള്ളിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വാർ ഓപ്ഷൻസ് ഈക്വൽസ് ഇത് കൊടുക്കുക, കീ കൊടുക്കുക, ഡബിൾ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്താണ് റേസർ പേ കീ, റേസർ പേൻ്റെ കീ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫോം കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ കീ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എമൗണ്ട് ആണ്. സോ എമൗണ്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഡബിൾ കോട്ട്സിൽ ഇത് കൊടുക്കുന്നുണ്ട്. ഡബിൾ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് ഡോട്ട് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. then അതിന് ശേഷം ഒരു കോമ. നെക്സ്റ്റ് ലൈനിൽ കറൻസി ആണ് കൊടുക്കുന്നത്. സോ കറൻസി കോളൻ ഏത് ടൈപ്പ് ഓഫ് കറൻസി ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. INR ആണ് കൊടുക്കുന്നത്. then അതിന് ശേഷം നെക്സ്റ്റ് വൺ നെയിം ആണ്. നെയിം കൊടുക്കുന്നുണ്ട്. നെയിം കോളൻ കോട്സിൽ മൈ ജാങ്കോ ഷോപ്പ് എന്നാണ് കൊടുക്കുന്നുണ്ട്. ഒരു ഡമ്മി ഷോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് അതുപോലെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഡിസ്ക്രിപ്ഷൻ ഡബിൾ കോട്സിൽ എന്ത് കൊടുക്കുക, കാർഡ് പേയ്മെൻറ്റ്. നെക്സ്റ്റ് ഓർഡർ ID ആണ്. ഡബിൾ കർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് ഡോട്ട് ID കോമ ഓർഡർ ID പാസ് ചെയ്ത് നെക്സ്റ്റ് ഹാൻഡ്ലർ ആണ്. സോ ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ ഹാൻഡ്ലർ കൊടുക്കുന്നുണ്ട്. ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ റെസ്പോൺസ്, ദെൻ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് വിൻഡോ ഡോട്ട് ലൊക്കേഷൻ ഡോട്ട് href ഈക്വൽസ് ഇതിൻ്റെ ഉള്ളിൽ href അല്ലേ, സ്ലാഷ് കാർഡ് സ്ലാഷ് പേയ്മെൻറ്റ് സക്സസ് എന്ന് പറയുന്നൊരു URL നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. സോ പേയ്മെൻറ്റ് സക്സസ് സ്ലാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ദെൻ ഓർഡർ ID ഈക്വൽസ് ഡബിൾ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഓർഡർ ഡോട്ട് ID ശേഷം ഒരു ആംബർസാൻഡ് സിമ്പിൾ എന്ത് കൊടുക്കുക, പേയ്മെൻറ്റ് ID ഈക്വൽസ് കോഡ്സ് സിമ്പിൾ സ്റ്റാർട്ടിങ് ചെയ്ത ആ ഒരു കോഡ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി കോൺകാറ്റനേഷൻ ആണ്, സ്ട്രിങ് കോൺകാറ്റനേഷൻ ആണ് ചെയ്യുന്നത്. ദെൻ റെസ്പോൺസ് ഡോട്ട് എന്ത് കൊടുക്കുക, റേസർ പേ പേയ്മെൻറ്റ് ID റേസർ പേ പേയ്മെൻറ്റ് ID പ്ലസ് എന്ത് കൊടുക്കുക, ഡബിൾ കോട്ട്സിൽ ആംബർസാൻഡ് സിഗ്നേച്ചർ പാസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒപ്പം തന്നെ പ്ലസ് റെസ്പോൺസ് ഡോട്ട് റേസർ പേ സിഗ്നേച്ചർ ബ്രാക്കറ്റ്സ് ക്ലോസ്ഡ് ആണ്. ദെൻ എന്ത് ചെയ്യുക, അവിടെ ഒരു കോമയും കൂടെ കൊടുക്കാൻ വിട്ടു പോകരുത്. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് തീമാണ്, നമുക്ക് ഇഷ്ടമുള്ള തീം കൊടുക്കാം. സോ തീം ദെൻ അതിന് ശേഷം ഒരു കോളൻ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോഡ്സിൽ എന്ത് കൊടുക്കുക, കളർ കൊടുക്കുക. ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കുക. ഞാനിപ്പോൾ മാനുവലി ഒരെണ്ണം കൊടുക്കുവാണ്, ഹാഷ്
F0 കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് ആ ലൈൻ കഴിയുമ്പോൾ സെമിക്കോളൻ ഇടാൻ വിട്ട് പോരുത്. ദെൻ സെമിക്കോളൻ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഒരു വേരിയബിളും കൂടി നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സോ വാർ RZP1 equals new razer pay ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിനുള്ളിൽ ഇത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ സെമിക്കോളൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വേരിയബിൾ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ ID വെച്ചിട്ടാണ് നമ്മൾ എലമെന്റ് എടുക്കുന്നത്. സോ ഇതാണ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ക്വറീസ് ഇഷ്ടം അല്ലെങ്കിൽ CSS കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. RZP ഹൈഫൺ ബട്ടൺ 1. ദെൻ അതിന് ശേഷം ഡോട്ട് ഓൺ ക്ലിക്ക് കൊടുക്കുന്നുണ്ട്. ഓൺ ക്ലിക്ക് ഈക്വൽസ് ഫംഗ്ഷൻ E curly ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് RZP1 ഡോട്ട് ഓപ്പൺ കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ആൻഡ് സെമിക്കോളൻ. നെക്സ്റ്റ് ലൈനിൽ എക്സെപ്ഷൻ്റെ ഈ ഡോട്ട് പ്രിവെൻറ്റ് ഡിഫോൾട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് സെമിക്കോളൻ. ദെൻ curly ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി വ്യൂവിൽ നമുക്ക് പേയ്മെൻറ്റ് സക്സസും കൂടി ഇനി ആഡ് ചെയ്യാനുണ്ട്. സോ അതും കൂടി ആഡ് ചെയ്യാം. സോ വ്യൂസിലേക്ക് പോവുക. പേയ്മെൻറ്റ് സക്സസ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇത് ചെക്ക് ഔട്ടിൻ്റെ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി പേയ്മെൻറ്റ് സക്സസ് നമുക്കിനി ചെയ്യാം. താഴത്തേക്ക് പോകുന്നുണ്ട്. ഇതെന്താണെന്ന് നാളെ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. പുതിയൊരു ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്യുവാണ്. പേയ്മെൻറ്റ് സക്സസ് ഓക്കെ. ഹൈഫൺ അല്ല അണ്ടർസ്കോർ ആണ് യൂസ് ചെയ്യേണ്ടത്, ബിക്കോസ് അതൊരു ഫംഗ്ഷൻ നെയിമല്ലേ. സോ അതിൻ്റെതായ എറർ ഉണ്ടാവും. ഇനി ക്വറീസ് കൊടുക്കാം. ഓർഡർ ID പാസ് ചെയ്യണം. സോ ഓർഡർ ID ഈക്വൽസ് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് സിംഗിൾ കോഡ്സിൽ എന്ത് കൊടുക്കാം, ഓർഡർ ID പാസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ പേയ്മെൻറ്റ് ID കൊടുക്കുന്നുണ്ട്. പേയ്മെൻറ്റ് ID ഈക്വൽസ് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സിൽ പേയ്മെൻറ്റ് ID പാസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതേപോലെ തന്നെ സിഗ്നേച്ചറും. റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സിൽ എന്ത് കൊടുക്കുക, സിഗ്നേച്ചർ കൊടുക്കുക. നെക്സ്റ്റ് ഓർഡർ റിലേറ്റഡ് ആയിട്ട് ഓർഡർ ഈക്വൽസ് നമ്മുടെ ഓർഡർ ടേബിൾ ഓർഡർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ID ഈക്വൽസ് ഓർഡർ ID കൊടുത്തിട്ടുണ്ട്. ദെൻ ഓർഡർ ഡോട്ട് razer pay പേയ്മെൻറ്റ് ID ഈക്വൽസ് കൊടുക്കുക, പേയ്മെൻറ്റ് ID അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഓർഡർ ഡോട്ട്
razor pay signature. Signature equals signature എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ വേരിയബിളിൽ നിന്ന് ഓർഡർ ഇട്ട് റീസർ പേ ഡോട്ട് സിഗ്നേച്ചറിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. ഓക്കെ. ദെൻ ഓർഡർ ഡോട്ട് പെയ്ഡ് എന്താക്കണം, ട്രൂ ആക്കണം. സോ സ്പേസ് കൊടുക്കുക, ട്രൂ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഓർഡർ സേവ് ചെയ്യണം. സോ ഓർഡർ ഡോട്ട് സേവ് കൊടുക്കുക. ഇനി യൂസേഴ്സിന്റെ പേയ്മെന്റിന് ശേഷം എന്താണ് യൂസറിന്റെ കാർട്ടിലെ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല അല്ലേ. സോ അതും കൂടി കൊടുക്കണം. സോ കാർട്ട് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ യൂസർ ഈക്വൽസ് ഓർഡർ ഡോട്ട് യൂസർ ഡോട്ട് ഡിലീറ്റ് കൊടുക്കുക. സോ ഓർഡർ ഡിലീറ്റ് ആയിക്കോളും. ദെൻ എന്താണ് സക്സസ് ഡോട്ട് HTML എന്ന് പറയുന്ന ഒരു HTML പേജിലേക്കാണ് നമ്മൾ റീഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ റിട്ടേൺ ട്രെൻഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ് കോമ ദെൻ നമുക്ക് HTML ഫയലിൻ്റെ നെയിം സക്സസ് ഡോട്ട് HTML നമുക്കിനി ക്രിയേറ്റ് ചെയ്യണം. ദെൻ കോമ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഓർഡർ ഓർഡർ കൊടുക്കുക. സോ കീ വാല്യൂ പെയർ ഓർഡർ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട് അവിടെ. ഇനി നമുക്ക് URLസിലും കൂടി ആഡ് ഓൺ ചെയ്യണം. സോ കാർട്ടിൻ്റെ URLസിലേക്ക് പോവുക. പുതിയ പാത്ത് ആഡ് ചെയ്യുക. ഇതാണ് ചെക്കൗട്ടിനും പേയ്മെന്റ് സക്സസിനും ആണ് നമ്മൾ പാത്ത് ആഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ചെക്കൗട്ട് കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് സ്ലാഷ് കൊടുക്കാൻ വിട്ടുപോകരുത്. പിന്നെ അതിനുശേഷം കോമ വ്യൂസ് ഡോട്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് ചെക്കൗട്ട് ആണ്. സോ വ്യൂസ് ഡോട്ട് ചെക്കൗട്ട് കൊടുക്കുന്നുണ്ട്. കോമ വ്യൂസ് കണക്ട് ചെയ്തു. ദെൻ നെയിം ചെക്കൗട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ അതിന് ശേഷം ഒരു കോമയും കൂടെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ഒരു പാത്തും കൂടി ആഡ് ചെയ്യണം. പാത്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിനുള്ളിൽ കൊടുക്കുക പേയ്മെന്റ് സക്സസ്. പേയ്മെന്റ് സക്സസ് എന്നുള്ള ഒരു ഇത് പാത്ത് കൊടുക്കുന്നുണ്ട്. ദെൻ വ്യൂസ് ഡോട്ട് ഇത് കൊടുക്കുക പേയ്മെന്റ് സക്സസ് കൊടുക്കുക. ദെൻ കോമ നെയിം ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ പേയ്മെന്റ് സക്സസ്. ദെൻ ലാസ്റ്റ് ഒരു കോമ ഇടാൻ മറക്കരുത്. ദെൻ കാർട്ട് കംപ്ലീറ്റ് കണക്റ്റഡ് അല്ലേ ചെക്ക് ചെയ്ത് നോക്കുക. അതിന് പേയ്മെന്റ് സക്സസിന്റെ പേജും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സോ അത് നെക്സ്റ്റ് ഡേ ചെയ്യാം കേട്ടോ. ഇന്നത്തേക്ക് ഇത്രയാണ് ചെയ്യുന്നത്. എന്നിട്ട് നാളെയും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ജിറ്റിൽ പുഷ് ചെയ്യാം കേട്ടോ. സോ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു. വെൽക്കം.